അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മരണവാർത്തയാണ്. എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. മലപ്പുറം ആകെ കണ്ണീരിലാഴ്ത്തിയ ഒരു മരണം, ഒരു കുടുംബത്തിലെ 2 പേരുടെ മരണം, അതും ഒരേ ദിവസം. മകള് മരണപ്പെട്ടതിൻ്റെ മണിക്കൂറുകൾക്ക് ശേഷം ഉപ്പയും മരണപ്പെട്ടു പോവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ കുടുംബത്തിൽ ഒരു മരണം നടന്ന് ആ വിഷമവും വേദനയും കെട്ടടങ്ങും മുന്നേ ഒരു മരണം. അവിടെയുള്ള നാട്ടുകാരെയൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു മരണം നടന്ന് അതിൽ നിന്നും മുക്തനാകും മുമ്പേ ആ ഒരു വീട്ടിൽ തന്നെ വീണ്ടും ഒരു മരണം, മകളുടെയും ഉപ്പയുടെയും. പടച്ചറബ്ബേ, ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും നൽകണേ റബ്ബേ. ആ കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. രോഗബാധിതയായി ചികിത്സയിൽ കഴിയുകയായിരുന്ന മകൾ മരിച്ച് മണിക്കൂറുകൾക്കകം ആ പിതാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു പോവുകയാണ്. മലപ്പുറം ജില്ലയിലെ ചെമ്മങ്കടവ് സ്വദേശികളായ ഒരു കുടുംബത്തിലാണ് നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഈ ഒരു അതിദാരുണമായ സംഭവം ഉണ്ടായത്. മരണപ്പെട്ടിരിക്കുന്നത് ചെമ്മൻകടവ് സ്വദേശി കരിമ്പൻ മൂസ, 79 വയസ്സ്. ഇവരുടെ മകളായ തിരൂർക്കാട് സ്വദേശി കല്ലൻകുന്നൻ കുഞ്ഞുണ്ണിയുടെ ഭാര്യയുമായ മുംതാസ്, 54 വയസ്സ് എന്നിവരാണ് ഒരേ ദിവസം പടച്ചറബിലേക്ക് മടങ്ങിയത്. മുംതാസ് മരണപ്പെടുന്നത് അസുഖബാധിതയായി ചികിത്സയിൽ കഴിയവെയാണ് മുംതാസിന്റെ മരണം സംഭവിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് മകൾ മുംതാസിനെ ഖബറടക്കിയത്. ഈ ഒരു വേർപാടിന്റെ വേദന താങ്ങാനാവാതെ വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ ഈ കുട്ടിയുടെ ഉപ്പ മൂസ, അവർക്ക് ഹൃദയാഘാതം സംഭവിച്ചു. ദേഹാസ്വസ്ഥവും അനുഭവപ്പെട്ടതോടെ ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മൂസയുടെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒരേ ദിവസമാണ് ആ മകളും ഉപ്പയും പടച്ചറബിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ആ കുടുംബത്തിന്റെ അവസ്ഥ നമുക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാകും. എല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടെങ്കിലും അവരുടെ മനസ്സിന് സമാധാനം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. ഒരുപാട് മരണവാർത്തകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. എല്ലാ വാർത്തകളും നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ്. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ മരണപ്പെട്ട ഉപ്പക്കും മോൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. പടച്ചറബ്ബേ, മാഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചറബ്ബേ, പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. മാരകമായ രോഗത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഇവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, മരണപ്പെട്ടുപോയവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.